ഇന്റർവെൽ വരെ മാസായി നിന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം പിന്നീട് കോമാളിയെ പോലെയായി. അതോടെ പ്രേക്ഷകർ സിനിമയെ കൈവിട്ടു. PV ഷാജികുമാർ നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത് എന്നീ മേഖലകളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയ ആളാണ് PV ഷാജികുമാർ. നിരവധി നോവലുകൾ രചിച്ച ഷാജികുമാർ ടേക്ക് ഓഫ്, പുത്തൻ പണം, കന്യക ടാക്കീസ് എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാ രചനയിൽ പങ്കാളിയായിരുന്നു. മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത് 2017 പുറത്തിറങ്ങിയ പുത്തൻ പണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഷാജികുമാർ. ചിത്രത്തിന്റെ എഴുത്തിൽ പങ്കാളിയായതിനോടൊപ്പം കാസർഗോഡ് സ്ലാങ്ങിൽ മമ്മൂട്ടിയെ സഹായിക്കുകയും ചെയ്തത് ഷാജികുമാർ ആയിരുന്നു. കാസർഗോഡ് സ്ലാങ്ങിലെ പല പ്രയോഗങ്ങളും താൻ മമ്മൂട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തെന്നും അതെല്ലാം വളരെ പെട്ടെന്ന് അദ്ദേഹം ഗ്രാസ്പ് ചെയ്തെന്നും ഷാജികുമാർ പറഞ്ഞു. എന്നാൽ ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്നെന്നും ഷാജികുമാർ കൂട്ടിച്ചേർത്തു. നിത്യാനന്ദ ഷേണായി എന്ന കഥാപാത്രമായി അതിഗംഭീര പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചതെന്നും അദ്ദേഹത്തെ അങ്ങനെ ഒരു കഥാപാത്രമായി ആരും മുൻപ് കണ്ടിട്ടില്ലായിരുന്നെന്നും ഷാജികുമാർ പറഞ്ഞു. ഇന്റർവെൽ വരെ ആ കഥാപാത്രത്തെ പക്ക മാസായിട്ടാണ് അവതരിപ്പിച്ചതെന്നും എന്നാൽ രണ്ടാം പകുതിയിൽ ഒരു തോക്കിന്റെ പിന്നാലെ പോകുന്നത് കോമാളിത്തരമായി പലർക്കും അനുഭവപ്പെട്ടെന്നും ഷാജികുമാർ കൂട്ടിച്ചേർത്തു. മമ്മൂട്ടിയെ വിട്ടിട്ട് ആ കുട്ടിയുടെ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയതും സിനിമയ്ക്ക് തിരിച്ചടിയായെന്നും പ്രേക്ഷകർ ചിത്രത്തെ കൈവിടാൻ അതും ഒരു കാരണമായെന്നും ഷാജികുമാർ പറയുന്നു. യൂട്യൂബിൽ ചിത്രത്തിലെ സീനുകൾക്ക് താഴെ പലരും ഇക്കാര്യം പറയാറുണ്ടെന്നും നിത്യാനന്ദ ഷേണായിയുടെ രണ്ടാം വരവ് പലരും ആഗ്രഹിക്കുന്നുണ്ടെന്നും ഷാജികുമാർ പറഞ്ഞു. ക്യൂ സ്റ്റുഡിയോയോടെ സംസാരിക്കുകയായിരുന്നു PV ഷാജികുമാർ. പുത്തൻ പണത്തിൽ മമ്മൂക്കയ്ക്ക് കാസർഗോഡ് സ്ലാങ് പഠിപ്പിച്ചു കൊടുത്തത് ഞാനായിരുന്നു. മറ്റ് സ്ലാങ്ങുകളെ അപേക്ഷിച്ച് കാസർഗോഡ് സ്ലാങ് പഠിക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ ആ സ്ലാങ്ങിലെ കുറച്ച് വാക്കുകൾ മമ്മൂക്കയോട് പറഞ്ഞപ്പോൾ പുള്ളി അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുത്തു. എന്നാൽ ആ സിനിമ പ്രതീക്ഷിച്ചതുപോലെ ശ്രദ്ധിക്കപ്പെട്ടില്ലായിരുന്നു. അതിന്റെ പ്രധാന കാരണം സെക്കൻഡ് ഹാഫ് ആണ്. അതുവരെ മാസായി പ്രസന്റ് ചെയ്ത മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പിന്നീട് ഒരു തോക്കിന്റെ പിന്നാലെ ഓടുന്ന കോമാളിയെ പോലെയാക്കിയെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. അതുപോലെ സെക്കൻഡ് ഹാഫിൽ ആ കുട്ടിയുടെ ക്യാരക്ടറിലേക്ക് കഥ ഫോക്കസ് ചെയ്തതും തിരിച്ചടിയായി. ആ പടത്തിന്റെ സീനുകൾ യൂട്യൂബിൽ കാണുമ്പോൾ പലരും ഇക്കാര്യം കമന്റിൽ എഴുതിയിട്ടുണ്ട്. ഷേണായിയുടെ രണ്ടാം ഭാഗം വേണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. ഷാജികുമാർ പറഞ്ഞു.